നമസ്കാരം. പ്രധാന വാർത്തകൾ. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ്. പ്രതി ദിവ്യ ഫ്രാൻസിസ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങി. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ മൂന്നാമത്തെ പ്രതിയും കീഴടങ്ങി. സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയായിരുന്ന ദിവ്യ ഫ്രാൻസിസ് ആണ് കീഴടങ്ങിയത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് ദിവ്യ കീഴടങ്ങിയത്. കേസിലെ മറ്റു പ്രതികളായ വിനീത, രാധാകുമാരി എന്നിവർ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയിരുന്നു. ജീവനക്കാർ QR കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തുവെന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി. ആലപ്പുഴയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് പുക. പിന്നാലെ വാഹനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും ഉടനെ തന്നെ പുറത്തിറക്കി. ആലപ്പുഴ തുറവൂരിലാണ് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും പുകയുയർന്നത്. പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വാഹനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും പുറത്തിറക്കി. എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് വരികയായിരുന്ന KSRTC ബസ്സിലായിരുന്നു സംഭവം. പുക ഉയർന്നതിന് പിന്നാലെ തന്നെ ബസ് ഒതുക്കുകയും ആളുകളെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു. സർക്കാർ UP സ്കൂളിൽ സീലിംഗ് ബോർഡ് തകർന്നു വീണു. തൃശൂരിൽ കോടാലി ഗവൺമെന്റ് UP സ്കൂളിലെ ഹാളിന്റെ സീലിംഗ് തകർന്നു വീണു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കുട്ടികൾ അസംബ്ലിക്ക് ഉപയോഗിക്കുന്ന ഓഡിറ്റോറിയത്തിലെ സീലിംഗ് ആണ് തകർന്നത്. ഷീറ്റിന് താഴെയായി സ്ഥാപിച്ചിരുന്ന ജിപ്സം ബോർഡുകളാണ് നിലം പതിച്ചത്. ഈ സീലിംഗ് 2023 സ്ഥാപിച്ചത്. ഒടുവിൽ കോൺഗ്രസ് വഴിയെ തരൂർ. പുനഃസംഘടനയ്ക്ക് തരൂരിന്റെ സഹകരണം വാഗ്ദാനം. ശശി തരൂരുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തി. ശശി തരൂരിന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. പുനഃസംഘടനയ്ക്ക് തരൂർ സഹകരണം വാഗ്ദാനം ചെയ്തു. ശശി തരൂർ പാർട്ടിയുമായി ഇടഞ്ഞു നിന്നതിന് ശേഷം ആദ്യമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. സംഘടനാപരമായ കാര്യങ്ങൾ അദ്ദേഹവുമായി ചർച്ച നടത്തിയെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി. ഗതാഗതക്കുരുക്ക്. പാലിയേക്കര ടോൾ പിരിവ് ഹൈക്കോടതി 1 മാസത്തേക്ക് തടഞ്ഞു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് പാലിയേക്കര ടോൾ പിരിവ് ഹൈക്കോടതി തടഞ്ഞു. 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് തടഞ്ഞത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാതെ ടോൾ പിരിവ് നടത്തരുതെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. 3 ആഴ്ച കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് NHAI അറിയിച്ചിരുന്നത്. അമിത്ഷായ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ കേസ്. രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. 2018 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. ജാർഖണ്ഡിലെ ചൈബാസയിലെ MP MLA കോടതി ബുധനാഴ്ച ജാമ്യം അനുവദിച്ചു. ജാമ്യം തേടി രാഹുൽ കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. ശ്വേത മേനോനെതിരെ കേസ്. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പേരിലാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാർട്ടിൻ മെനാച്ചേരി എന്നയാളുടെ പരാതിയിൽ എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. അനാശാസ്യ നിരോധന നിയമപ്രകാരവും IT ആക്ട് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. ആലപ്പുഴ ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരമർദ്ദനം. ആദിക്കാട്ടുകുളങ്ങര കഞ്ചിക്കോട് പൂവണ്ണം തടത്തിൽ അൻസറും 2ാം ഭാര്യയും ചേർന്നാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ നൂറനാട് പോലീസ് കേസെടുത്തു. കുട്ടി സ്കൂളിലെത്തിയപ്പോൾ ശരീരത്തിൽ ചുവന്ന പാടുകൾ കണ്ട അധ്യാപകർ വിവരം ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ പുറത്തു വന്നത്. രണ്ടാനമ്മയും പിതാവും ചേർന്ന് മർദ്ദിക്കാറുണ്ടെന്ന് കുട്ടി അധ്യാപകരോട് പറഞ്ഞു. തുടർന്ന് അധ്യാപകർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുട്ടി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം. മെഡിക്കൽ ഇൻഷുറൻസ് 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് അനുമതി. മന്ത്രിസഭാ യോഗമാണ് അനുമതി നൽകിയത്. 2ാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തും. 41 സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായി 2100-ലധികം ചികിത്സാ പ്രക്രിയകൾ അടിസ്ഥാന ചികിത്സാ പാക്കേജിൽ ഉൾപ്പെടുത്തും. സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ മേഖല എന്നിവയിലെ ESI ആനുകൂല്യം ലഭ്യമല്ലാത്ത ജീവനക്കാരെയും പെൻഷൻകാരെയും മെഡിസെപ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്.
കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് യൂണിയൻ നിലനിർത്തിയ SFI എല്ലാ ജനറൽ സീറ്റിലും വിജയം. കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 26ാം തവണയും വിജയ തുടർച്ചയായി SFI. 5 ജനറൽ സീറ്റുകളിൽ SFIക്ക് വിജയം. നന്ദജ് ബാബുവാണ് ചെയർപേഴ്സൺ. M. ദിൽജിത്ത് വൈസ് ചെയർപേഴ്സണായും ലേഡി സെക്രട്ടറിയായി കവിതാ കൃഷ്ണനും ജോയിന്റ് സെക്രട്ടറിയായി അതിഷ കെയും തെരഞ്ഞെടുത്തു.